ഒരുപാട് ആണുങ്ങൾ കല്യാണത്തിന് മുമ്പ് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് ന്യൂസ് കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കല്യാണം ഭയങ്കര എക്സ്പെൻസീവായിട്ട് നടത്തണം എന്ന് ഒരുപാട് ആളുകൾ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കും. വീട്ടുകാർ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, നാട്ടുകാർ പറഞ്ഞു തന്നിരിക്കും, കല്യാണം കഴിക്കുന്ന പെൺകുട്ടി പറഞ്ഞു തന്നിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ ആ പെൺകുട്ടിക്ക് സ്വന്തം കല്യാണത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എങ്കിൽ ഓക്കെ. അതായത് ആ കുട്ടിയും കൂടെ, ആ കുട്ടിയോ ആ കുട്ടിയുടെ പ്രിഫറബിളി ആ കുട്ടി, അല്ലാതെ ഒരു രണ്ട് വീട്ടുകാരുടെ ബാധ്യതയായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും അത് ഒരുപാട് വലിയ രീതിയിൽ നടത്തണം എന്നുള്ള ടെൻഷൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ നാട് വിട്ടു പോകാനും ഈയിടെയായിട്ട് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര റിലേറ്റീവ്സോ ഏത് പാരൻസോ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഈ കല്യാണം വിൽഫുൾ ആയിട്ടാണോ നടത്തുന്നത്, സമ്മതത്തോടു കൂടിയാണോ നടത്തുന്നതെന്ന് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിതിനു മുമ്പ് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പരസ്പരം പറഞ്ഞ് ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് കഷ്ടപ്പാടുണ്ടായിട്ടും കല്യാണത്തിന് മുമ്പ് പറയുക. ഇനി അത് പറയാൻ നിങ്ങളുടെ കല്യാണം ഫോഴ്സ്ഫുള്ളി നടത്തുകയാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോടോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും പറയുക, ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് മുമ്പ്, സ്വന്തം ജീവിതം നശിക്കുന്നതിന് മുമ്പ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.